നന്നൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി അല്പസമയത്തിനകം. വിധി പ്രസ്താവത്തിനുള്ള വാദം പൂർത്തിയായി. പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി ഇന്നലെ വിധിച്ചിരുന്നു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വിവരങ്ങളുമായി VS അനന്തു ചേരുന്നു. അനന്തു, അപൂർവങ്ങളിൽ അപൂർവമായ കേസിനാണ് ഇന്ന് വിധി പറയുന്നത്. എപ്പോഴായിരിക്കും വിധി പ്രസ്താവിക്കുക? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കേസായിരുന്നു ഇത്. അല്പസമയത്തിനകം വിധി പ്രസ്താവന ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 1:15 കൂടി വിധി പ്രസ്താവന ആരംഭിക്കുന്നത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിനു മുൻപ് ഏകദേശം 1 മണിക്കൂർ നീളുന്ന വാദമായിരുന്നു കോടതിയിൽ നടന്നത്. ഈ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിലുള്ള വാദം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവനയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് ഇന്നലെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ കേഡൽ ജിൻസൺ രാജയ്ക്കുള്ള പ്രതിക്കുള്ള വിധി പ്രസ്താവനയാണ് നടക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ച ഒരു കേസാണ്. അച്ഛനും അമ്മയും സഹോദരിയും ബന്ധുവുമടക്കം 4 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസാണ്. ആ കേസിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. ശിക്ഷാവിധിക്ക് മുന്നോടിയായി നടന്ന വാദത്തിൽ വധശിക്ഷ നൽകണമെന്നുള്ള ഒരു വാദമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. എന്നാൽ പ്രതിഭാഗം വാദിച്ചത് പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത്, ഇപ്പോൾ നിലവിൽ 34 വയസ്സാണ് കേഡൽ ജിൻസന്റെ പ്രായം. പ്രതിയുടെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് പ്രതിക്ക് മാനസാന്തരം വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം, ഈ ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രതിക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പറഞ്ഞിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞ വാദം, മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ആസൂത്രിതമായി കൃത്യമായ ഒരു കൊലപാതകം, അതും 4 കൊലപാതകങ്ങൾ 2 ദിവസമായി 2017 ഏപ്രിൽ 5-നാണ് ആദ്യ 3 കൊലപാതകങ്ങൾ നടക്കുന്നത്. അച്ഛൻ രാജാതങ്കം, അതോടൊപ്പം തന്നെ അമ്മ ജീൻ, പിന്നെ സഹോദരി കരോലിൻ എന്നിവരെ 5-ാം തീയതി കൊലപ്പെടുത്തുകയും പിറ്റേന്ന് 6-ാം തീയതി ബന്ധുവായ വൃദ്ധയും അന്ധയുമായ ബന്ധു ലളിതയെ 6-ാം തീയതി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം 7-ാം തീയതി ഇവരുടെ മൃതദേഹം കത്തിച്ച് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷമായിരുന്നു ഇയാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുന്നത്. തിരിച്ചു വരുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഈ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും ഓൺലൈൻ വഴി വാങ്ങിച്ച മഴ ഉപയോഗിച്ച് കഴുത്തിന് പിന്നിൽ വെട്ടിയായിരുന്നു കൊലപാതകം നടത്തിയത്. അത്രയും ക്രൂരമായ ഒരു കൊലപാതകം, ഇത്രയും ആസൂത്രണമായി നടത്തിയത്. അതോടൊപ്പം തന്നെ രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് ആധാർ അടക്കമുള്ള വസ്തുക്കൾ കൃത്യമായി എടുത്തുകൊണ്ടായിരുന്നു, കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു പ്രതി രക്ഷപ്പെട്ടത്. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തുന്ന പ്രതി എങ്ങനെ മാനസിക രോഗിയാകും എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു ചോദ്യം. അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു വിധി പ്രസ്താവന നടക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവന നടക്കും. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ കേസിന്റെ വിധി പ്രസ്താവന നടക്കുന്നത്. ജഡ്ജി വിഷ്ണുവാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കേഡലിന്റെ വിധി എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ജീവപര്യന്തത്തിൽ കുറഞ്ഞ ശിക്ഷ ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇരട്ട ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ അടക്കമുള്ള ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നിയമവിദഗ്ധരടക്കം പറയുന്നുണ്ട്. എന്നാൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും വേണ്ട എന്ന് പ്രോസിക്യൂഷനും പറയുന്നു. അല്പസമയത്തിനകം എന്തായാലും വിധി പ്രസ്താവം നമുക്ക് അറിയാൻ സാധിക്കും. അല്പസമയത്തിനും തന്നെ വിധി പ്രസ്താവം നമുക്കറിയാൻ സാധിക്കും. VS അനന്തുവാണ് വിവരങ്ങൾ നൽകിയത്.